രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു സംശയം ചോദിച്ചതുണ്ട്, അത് അങ്ങോട്ട് പറഞ്ഞാൽ എല്ലാവരുടെയും സംശയം തീരും. നോട്ടീസിലെ കുശലവ ദർശനം അവസാന ഭാഗത്താണ് പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ കഥാപ്രവചന സമയത്ത് ശ്രീരാമസന്നിധിയിൽ രാമായണം വായിച്ചതായി പറയുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണം തരാൻ അപേക്ഷ. അശ്വമേധാനന്തരമല്ലേ ലവകുശ ദർശനം ഉണ്ടായത്? അതാണ് നമ്മൾ ആ സമയത്ത് പറഞ്ഞത്. എന്താ ചോദിച്ചാൽ, രാമൻ്റെ കഥ അശ്വമേധം നടക്കുന്ന സമയത്ത് ആ അശ്വമേധത്തിലേക്ക് കുട്ടികൾ വന്നപ്പം അവരവിടെ വെച്ച് പാടിയ കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കണതേ. പറഞ്ഞത് കേട്ടതിലുണ്ടായ പെശകാത്. അശ്വമേധത്തിൽ അന്ന് അവിടെ പറഞ്ഞ കഥയാണ്. അശ്വമേധത്തോളം നടന്നു കഴിഞ്ഞ സമയത്ത് ആ സഭയിൽ വെച്ചിട്ടാണ് ഈ കുട്ടികൾ എന്ത് പറഞ്ഞത്? രാമായണം പറഞ്ഞത്. ആ രാമായണം കഥയാണ് ലോകത്ത് രാമായണമായിട്ട് നമ്മളന്ന് അവിടെ ഇല്ലല്ലോ. ഈ ലോകത്തെ ആ കഥാഖ്യാനത്തിൽ കൂടിയാണ് എന്ത് കേൾക്കുന്നത്? ഇത് കേൾക്കുന്നത്. അപ്പം ഇതിൽ നോട്ടീസിൽ ഈ കുശലവ ദർശനം എന്ന് പറഞ്ഞത് രാമായണ കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പം കുശലവന്മാരുണ്ടാവുന്നത് എവിടെയാ? ബാലകാണ്ഡത്തിലല്ലല്ലോ. മനസ്സിലായില്ല? നമ്മുടെ കഥാഖ്യാനത്തിൽ, രാമായണ കഥാഖ്യാനത്തിൽ പറഞ്ഞു വരുമ്പം സീതാദേവി പ്രസവിക്കണതൊക്കെ അവസാന ഭാഗത്തല്ലേ. അപ്പോൾ നോട്ടീസിൽ എങ്ങനെയല്ലേ വെക്കാൻ വയ്ക്കൂ? ഇപ്പം ഈ കഥ ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാതെ അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ച് എന്ത് കിട്ടില്ല? ഒരു വീക്ഷണം കിട്ടില്ല. എങ്ങനെ രാമായണത്തിൻ്റെ ആഖ്യാന സമ്പ്രദായം എന്നുള്ളത് മനസ്സിലായി തോന്നണമല്ലേ പറഞ്ഞത്? അതായത് ഈ രാമായണം പിന്നെ കുട്ടികളെ പഠിപ്പിച്ചതിൻ്റെ ശേഷം മഹർഷി ഈ കഥ ഉണ്ടായതും ഉണ്ടാവണതും ഉണ്ടാവാൻ പോണതും കൂടി കണക്കാക്കിയിട്ടാണ് രാമായണം രൂപകൽപ്പന ചെയ്തതെന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ടാണ് ആരെ പഠിപ്പിച്ചത്? കുട്ടികളെ പഠിപ്പിച്ചത്. ആ കുട്ടികളത്ത് പ്രധാനമായിട്ട് പാടിയത് ഇപ്പോൾ എവിടെയാണ്? പലതിക്കലും പാടിയെന്ന് കേട്ടു. പക്ഷേ രാമസദസ്സിൽ പാടി. അപ്പം ആ രാമസദസ്സിൽ ഇരുന്ന് രാമായണം കേൾക്കണവരുടെ കൂടെ ഇരുന്നിട്ടാണ് ആരിപ്പത് കേൾക്കണത്? നമ്മളും കേൾക്കണത്. അവിടെ ഇല്ലെങ്കിലും അതിന് ശേഷമാണെങ്കിലും ആ കഥയെ കൂടിയാണ് നമ്മളും ഇത് അറിയണത് എന്നാണ്. അപ്പോൾ എന്തുണ്ടാവും? ഈ കുട്ടികളുടെ ഉൽപ്പത്തിയും കഥയൊക്കെ പറയുമ്പോൾ അവസാന സമ്പ്രദായത്തിൽ പറയാൻ പറ്റും. പക്ഷേ ഈ രാമായണം കഥ ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് ബാലകാണ്ഡത്തിൽ ആരംഭത്തിൽ പറയുമ്പം ഇവിടെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികളാണ് ഇത് പാടിയത്. ആ കുട്ടികളുടെ ശൈലി കൂടിയാണ് നമ്മളിത് കേൾക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അങ്ങനെ ഇത് പറയാൻ കാരണം. സംശയം തീർന്നുണ്ടാവുമായിരിക്കില്ലേ? തീർന്നില്ലേ? ഇതാണ് അതിൻ്റെ കഥ. അപ്പോൾ അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല. നമ്മൾ ഈ രാമായണത്തിൻ്റെ ഒരു ആഖ്യാന ശൈലി മറ്റേത് സൂതശൗനക സംവാദം, പരീക്ഷിത ശ്രീശുക സംവാദം എന്നൊക്കെ പറയുമ്പോൾ ഒരു സംവാദത്തിൻ്റെ ശൈലി കൂടെയാണല്ലോ. കുറേ നമ്മൾ ഭാഗവതം വായിച്ചാൽ തുടങ്ങിയ പിന്നെ ആരാരോടെ പറയുന്നതെന്ന് ആദ്യം കേട്ടാലല്ലേ മനസ്സിലാവുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന ആൾക്ക് പറയണതല്ലേ മനസ്സിലാവുള്ളൂ. ആരോട് പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി ഇതിപ്പം നമ്മൾക്ക് അങ്ങനെ ധരിച്ചാലും ധരിച്ചിട്ടില്ലെങ്കിലും രാമായണ കഥ കേൾക്കണതിനും മനസ്സിലാക്കണതിനും തടസ്സമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ശാസ്ത്രം, ഒരു സംഗതി പഠിക്കുമ്പം എങ്ങനെ പഠിക്കണം? അതിൻ്റെതായ ഒരു ശൈലി. എന്താ വെച്ചാൽ നമ്മളിനി ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക വെച്ചാൽ അവിടെ ഇമ്പടി ബബ്ബ ആവരുത്. എന്ത് വേണം? കൃത്യമായിട്ട് ഇന്നതാണ് രാമായണം, ഇതിങ്ങനെയാണ് എന്ന് പറയാൻ നമ്മൾക്കും സാധിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പകർന്നും എല്ലാവർക്കും കിട്ടിയത്. അല്ലാതെ ഇത് സ്കൂളിലോ കോളേജിലോ ഒന്നും
പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മളിതൊക്കെ അറിയുന്നത്. പോവോ അല്ല, ഇങ്ങനെ അച്ഛനോ മുത്തശ്ശനോ അമ്മയോ മുത്തശ്ശിയോ കാരണവന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾക്ക് ഇതൊക്കെ തന്നു, കുറേശ്ശെ തന്നു. പിന്നെ നമ്മൾ നമ്മുടേതായ വഴി കൂടി കുറേയൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കി അങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് അറിയുക. അങ്ങനെയൊക്കെയാണ്. അതാണ് ആ ചോദ്യത്തിൻ്റെ. അപ്പോൾ നോട്ടീസിൽ എന്താ വെച്ചാൽ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കഥ ഈ നോട്ടീസിൽ അതും ഇതൊക്കെ ഒന്നും ഇത്തിരിക്കല്ലേ പറയുള്ളൂ, ഒരു സൂചനയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ടൊന്നും കൂട്ടണ്ട, മാത്രമേ ഉള്ളൂ. അപ്പം നോട്ടീസിൽ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതൊക്കെ ചില വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പം ഇന്ന ഭാഗം എന്ന് ഓരോന്ന് അതിൻ്റെ ഇടയിലുള്ള പലതും പറയേണ്ടി വരും. പക്ഷെ പ്രധാനമായ 1-2 അങ്ങനെ സൂചിപ്പിക്കും, ഒരു ധാരണയ്ക്ക്, അത്രയേ ഉള്ളൂ. അത് വലിയ കാര്യമല്ല കേട്ടോ. അപ്പം ഇവിടെ രാജാവ് എന്താ ചെയ്തു വെച്ചാൽ ഇദ്ദേഹം ഈ സന്താനല്യായ വിഷമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ തൻ്റെ പിന്നെ ഒരു വിഷമം തീർക്കാനായിട്ട് ശീഘ്രമാണയമേ സർവാൻ ഗുരും സ്തൻ സപുരോഹിതൻ, മന്ത്രിമാരെയും പുരോഹിതന്മാരെയൊക്കെ വേഗം വരുത്തും. നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാരണവന്മാരോടാണല്ലോ പറയേണ്ടത്. അപ്പോൾ മന്ത്രിമാരെയും വിളിച്ചിരുത്തി, മാത്രമല്ല പുരോഹിതന്മാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് വസിഷ്ഠവാമേരെ അവരോടൊക്കെ ഒന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ രാജാവിൻ്റെ ഈ വിഷമം ഒരു കാര്യമായ വിഷമം. എന്താ വെച്ചാൽ ഇത് രാജാവിന് വംശത്തിൽ സന്തതി ഇല്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? രാജ്യഭരണം മുട്ടിപ്പോകുന്നതാണ്, മുട്ടി തടസ്സപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെ രാജ്യഭരണം വേണ്ടല്ലോ, ആർക്കെങ്കിലും ഭരിച്ച്. അങ്ങനെയൊന്നും ഭരിച്ചാൽ നേരെയാവില്ല. ഏതെങ്കിലും ഒരുത്തന്നെ ഒരു ദിവസം രാവിലെ കയറി വന്ന് രാജ്യം ഭരിച്ചാലൊന്നും പറയുമ്പോൾ നമ്മളോ അങ്ങനെയൊക്കെ പലതും പറയെങ്കിലും നമ്മൾക്ക് തന്നെ അറിയില്ല. ഒരു കഥയും ബോധവും ഇല്ലാത്തവരൊക്കെ ഭരിച്ചാൽ കഥയും ബോധവും ഇല്ലാതെ നമ്മൾ കഴിച്ചു കൂട്ടുന്നത് ശരിയല്ലേ? ഇത് അവർ പരിചയവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരാഴ്ച എന്തുണ്ടാവും? അപ്പം രാജ്യഭരണം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ആ കാലത്തെ സമ്പ്രദായം അതാണ് ശരി. അതിന് ചില ശരികളുണ്ട്, ചില പോരായകളും ഉണ്ടാവും. ഇന്നത്തേത് ഇങ്ങനെയാണ്, പക്ഷെ ഇന്നത്തേതിനും ചില ശരികളുണ്ട്, ചില പോരായകളുണ്ട്. പ്രധാനമായ ശരി എന്താ ചോദിച്ചാൽ ജനങ്ങളാണ് ഭരിക്കുന്നതെന്നാണ് വെപ്പ്. ഭരിക്കേണ്ട ആരാണ് നമുക്കും വലിയ വിവരമൊന്നും ഇല്ല. നമ്മൾ തന്നെയാണ് ഭരിക്കുക, ശരിയല്ലേ? നമ്മൾ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കണവരാണ് നമ്മളെ ഭരിക്കണതെന്നാ വെപ്പ്, ശരിയല്ലേ? ഞാൻ അവൻ അവിടെ പോയി വല്ല തോന്നിയ ദിവസം കാണിച്ചാൽ നീ ഇനി ഭരിക്കണ്ട, അങ്ങോട്ട് പോരെ, നമ്മൾ വിളിക്കാൻ നമുക്ക് അവകാശം ഉണ്ടോ? പിന്നെ എന്ത് കാര്യമുള്ളത്? പിന്നെ ഇപ്പം പറഞ്ഞ എന്ത് കാര്യമുള്ളത്? അപ്പോൾ അതൊരു പോരായല്ലേ? അങ്ങനെ ചെന്ന് വേണം ഇവരവിടെ ചെന്ന് വേണ്ടാത്തത് വല്ലതും കാണിച്ചാൽ ഈ തെരഞ്ഞെടുത്ത് അങ്ങടെ അയച്ചവർക്ക് അതുപോലെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനും കൂടിയുള്ള അവകാശം ഉണ്ടായിരുന്നു വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ തിരക്കാതെ. അപ്പോൾ നമ്മുടെ കയ്യിലാണ് സാധനം എന്ന് പറയും. ഇത് 5 കൊല്ലം കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ തരും, എന്നിട്ട് ഇവൻ 5-5ാമത്തെ കൊല്ലം കൊണ്ടുപോയാൽ പിന്നെ കാണൂല, ആ മട്ടാണ്. അപ്പോൾ പോരായ പലതുണ്ട്. പിന്നെ എന്താ ചോദിച്ചാൽ രാജാവ് നല്ല രാജാവാണെങ്കിൽ അദ്ദേഹം ഒരു 50 കൊല്ലം അങ്ങോട്ട് രാജ്യം ഭരിച്ചു എന്ന് കൂട്ടിക്കോളൂ. മഹാകേമായ കാലാണ് ആ കാലം, മനസ്സിലാവും. ഇനി അദ്ദേഹം മഹാമോശക്കാരൻ രാജാവാണെങ്കിലോ 50 കൊല്ലം ദുരിതാണ്, സംശയമില്ല, ശരിയല്ലേ? അതാണ്. പിന്നെ ഇപ്പം രാജാവ് മഹാകള്ളനാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? രാജ്യഭൻ കട്ട് തീർക്കും. അന്ന് ഒരു രാജാവേ കക്കുള്ളൂ, ഇന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പറഞ്ഞ് സംഗതി ഇന്ന് പോയി ഇല്ലേ? അപ്പം ഇന്നിപ്പോൾ എത്രണ്ണ കക്കുമെന്ന് ഇഷ്ടമല്ലേ, എല്ലാവരും കൂടി കക്കും. അന്ന് ഒരു രാജാവേ ഉള്ള ഒരുത്തനല്ലേ, ഒരുത്തനെ കക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ പോരായുണ്ട്, ഗുണമുണ്ട്, ദോഷമുണ്ട്, ഗുണം. അതൊക്കെ ഇതിപ്പോൾ ഒന്നുമല്ല അങ്ങോട്ട് കേമായിട്ടൊന്നും പിടിക്കണ്ട. നമുക്ക് ബുദ്ധി വിവരമൊക്കെ ഇല്ലേ, ഇരുന്ന് ചിന്തിച്ചോളൂ. പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേ തണലത്തിരുന്നിട്ട് ചിന്തിക്കുക. കുറേശ്ശൊക്കെ നമുക്ക് വിവരം വിളിച്ചൊക്കെ കിട്ടി. ഇത് നമ്മളെ ചിലതൊന്നും ചിന്തിക്കാൻ പാടില്ല, ചിലത് പറയാൻ പാടില്ല, ചിലത് അനങ്ങാൻ പാടില്ല. നമ്മൾ ശട്ടം കെട്ടി വെച്ചതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്ത. അങ്ങനെയൊന്നും മോശമല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മോശമല്ലേ? അപ്പോൾ രാജാധിപത്യം മഹാമോശമാണ്, ജനാധിപത്യം മഹാകേമാണ് എന്നൊക്കെ പറയുമ്പോഴും പലതിനും അതിൻ്റെതായ നന്മയുണ്ട്, അതിൻ്റെതായ പോരായുണ്ട്. അതിനുണ്ട് ഇതിനും ഉണ്ടോയെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇപ്പോൾ ഒരു മട്ടിലൊക്കെ എങ്ങനെ പോട്ടെ, ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ സംവിധാനം. അത് വലിയ അപകടമില്ലാണ്ട് പോന്നിടത്തോളം കാലം അങ്ങനെ പോട്ടെ. ഇനി അത് പോരായ പറഞ്ഞ കാലത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം നോക്കാം നമുക്ക്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ രാജാവ് തൻ്റെ ഈ വൈഷമ്യം, രാജാവിൻ്റെ വംശത്തിൽ സന്തതി ഇല്ലാണ്ട വന്നാൽ എന്തായിട്ട് തീരും? രാജ്യഭരണം കഷ്ടത്തിലായിട്ട് തീരും. പിന്നെ അത് വേറെ വല്ലവരുടെയും കയ്യിൽ വന്നാൽ രാജ്യം നശിച്ചു പോവും. അപ്പോൾ ഒരു സമ്പ്രദായത്തിൽ ഇത്രയും കാലം പരിപാലിച്ച് പോരണ അന്നത്തെ രാജാക്കന്മാർക്കും എന്തൊക്കെ ഏകാധിപത്യം പറഞ്ഞാലും അവർക്കും എന്തുണ്ട്, ജനങ്ങളോടൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. എൻ്റെ ആളുകൾ. ഇപ്പോഴും ഈ രാജാവ് പ്രജ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ശണ്ഠ തോന്നുമെങ്കിലും നന്നായിട്ട് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരെ ആ നാട്ടിലെ പ്രജകൾക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണേ. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് രാജാവ് പറഞ്ഞു നോക്കും, എല്ലാവർക്കും ബഹുമാനം. എന്താ കാരണം? ഇന്ത്യ രാജ്യം ഭാരതം സ്വാതന്ത്ര്യം നേടുന്നത് വരെ അവരാരുടെ കൂടെ ഇരുന്ന് ഭരിച്ചത്? അവർക്ക് രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം അവരെങ്ങനെ അന്നത്തെ മട്ടിൽ ഭരിച്ചു പോയിരുന്നു. ആർക്കും വലിയ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അവന് രാജാവ് എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ആക്ഷേപമൊന്നും
ഇല്ല. നമുക്ക് മലബാറിൽ വരുമ്പോൾ രാജാവ് എന്ന് പറഞ്ഞ ദേഷ്യം വരും. എന്താ കാരണം? മലബാറിൽ വന്ന രാജാവ് എന്ന് പറഞ്ഞ ദേഷ്യം വരാൻ കാരണം എന്താ ചോദിച്ചാൽ, പണ്ട് ടിപ്പു ഹൈദരൊക്കെ വന്ന കാലത്ത്, ഇവിടെ ആക്രമിച്ച് വന്ന് നമ്മുടെ മതം മാറ്റിയും കൊന്നും പുറപ്പെട്ട കാലത്ത് നമ്മളെ രക്ഷിക്കേണ്ടവനാണ് ആര്? രാജാവ്. അയാൾ എന്ത് ചെയ്തു? അയാൾ മറ്റേ മോതിരം മിണിങ്ങി ആത്മഹത്യ ചെയ്ത് കോവിലകം ചുട്ട് എങ്ങോട്ടോ പോയി. നമ്മൾ എന്തായി? ചരിത്രമാണ്. നമ്മളെ രക്ഷിക്കണ നമ്മുടെ രാജാവ് ആത്മഹത്യ ചെയ്തിട്ട് കോവിലകം ചുട്ടു. അയാളുടെ ആൾക്കാരെയൊക്കെ എങ്ങോട്ടോ പറഞ്ഞയച്ചു. നാട്ടുകാരെങ്ങോട്ട് പോവും? കെട്ടിയിട്ട് നാട്ടുകാരെയൊക്കെ കുറെ മതം മാറ്റി, കുറെ കൊന്നു, കുറെ നശിപ്പിച്ചു. ആരെ ആശ്രയിക്കും? ഒരു രാജാവിനെ ആശ്രയിച്ച് ഇത്രയും കാലം സ്നേഹിച്ചു പോകുന്നൊരു ജനത ഈ അറ്റം മുട്ടിയ സമയത്ത്, ആത്മരക്ഷ വേണ്ട സമയത്ത് ഉപേക്ഷിച്ചു പോയ രാജാവിന് എന്ത് ചെയ്യും? പറഞ്ഞൊന്നും മനസ്സിലായില്ല അല്ലേ? നമ്മളിപ്പോൾ ആ ഒരു ഘട്ടം, അപ്പോൾ അക്രമികൾ ഇങ്ങനെ വന്ന് അക്രമം കാണിച്ച് നമ്മളെ കുടുംബവും നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ കൊല്ലുക, ബലാത്സംഗം ചെയ്യുക, നമ്മളെയൊക്കെ ആക്രമിക്കുക, നമ്മുടെ സ്വത്ത് മോഷ്ടിക്കുക, തീ കൊടുക്കുക, സമാധാനമില്ലാത്ത ജീവിതമാക്കിയിട്ട് നമ്മൾ ആരെ ആശ്രയിക്കുക? ആരെ ആശ്രയിക്കുക? ഭരണകേന്ദ്രത്തിനെയാണ് ആശ്രയിക്കുക. ഭരിക്കുന്നവരല്ലേ നമ്മൾ ആശ്രയിക്കുക. കോടതി ആശ്രയിക്കും, അല്ലാതെ ആരെ ആശ്രയിക്കും? ഗവൺമെന്റിനെ ആശ്രയിക്കും, പോലീസ്, ഇങ്ങനത്തെ സംവിധാനങ്ങളെ ആശ്രയിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. അപ്പം ഗവൺമെന്റിന് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് അങ്ങോട്ട് ആത്മഹത്യ ചെയ്തു. നിങ്ങളെന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് രാജാവ് എന്ന് പറയും വലിയ രസമൊന്നും തോന്നാത്തതിൻ്റെ കാരണം അതാ. തിരുവിതാംകൂർ അതല്ല. അവരെന്താ ചെയ്തത്? അവരുടെ പ്രജകളെ അവർ എന്ത് ചെയ്തു? ടിപ്പു ഹൈദർ ആ പറമ്പിക്ക് കാല് കുത്തിയിട്ട് മറ്റേ കാലിനൊരു വെട്ട് കൊടുത്ത് മുടന്തിയാ മൂപ്പര് പോയത് ഇവിടുന്ന്. എവിടേക്ക്? അവിടെ ചെന്ന് ബ്രിട്ടീഷുകാരൊരു ഉണ്ട നേരെയാക്കുകയും ചെയ്തു. അതോടെ അത് തീരുമാനമായി. അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ അവരെ ആക്രമിച്ചില്ല, നമ്മളെ അച്ഛന്മാരെ ആക്രമിച്ചില്ല, അവിടുത്തെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തില്ല, അവർ മതം മാറ്റിച്ചില്ല. അതുകൊണ്ട് അവർക്ക് എന്തുമില്ല, ആക്രമണം ഉണ്ടായിട്ട് ആ കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നില്ല. അപ്പം അവർക്ക് അവരുടെ രാജാവിന് ഇഷ്ടമാണ്. കുറ്റം പറയാൻ പറ്റുമോ? നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും നമ്മുടെ ആളുകൾക്കും രക്ഷ തരുന്നവരെ നമുക്കെന്നും ഇഷ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും നമ്മുടെ ആൾക്കാരെയും രക്ഷിക്കാത്തവരെയും അഥവാ കഷ്ടത്തിലാക്കണവരെയും നമുക്ക് ഇഷ്ടാവുമോ? ഇഷ്ടാവില്ല. ഇതിൻ്റെ യുക്തി ഇത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ആരായാലും ഇത്രയേ ഉള്ളൂ. ഏത് മഹാനായ രാജാവായാലും ഏത് മോശക്കാരനായ കഥയായാലും ഇത്രയേ ഉള്ളൂ. ഒരു ഉന്നതാധികാര സ്ഥാനം ഉണ്ടെങ്കിൽ ആ അധികാരസ്ഥാനത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പം അതുപോലെ തന്നെ 1921 കാലഘട്ടത്തിൽ മലബാറിൽ മുഴുവൻ കൊള്ളയും കൊലയും, ഹിന്ദുക്കളെ കൊല്ലലും നശിപ്പിക്കലും ബലാത്സംഗം ചെയ്യലും എന്തെല്ലാം ദുരിതങ്ങൾ ഈ നാട്ടിലുണ്ടായി. അന്ന് നമ്മൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അന്ന് ഇംഗ്ലീഷ് പട്ടാളം ഇറങ്ങിയതുകൊണ്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ പട്ടാളം ഉണ്ടായിരുന്നു മലബാറിൽ. അവരിറങ്ങി വന്നതുകൊണ്ട് ആര് രക്ഷപ്പെട്ടു? ഇവിടെ ഉള്ളവരൊക്കെ പിന്നും നമ്മളിവിടെയൊക്കെ വന്നിരിക്കേണ്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ചരിത്രമാണ്. അപ്പം അതുകൊണ്ട് അന്ന് ഇംഗ്ലീഷുകാർ മോശക്കാരാണെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വത്തൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയവരാണെങ്കിൽ അന്ന് അവരുണ്ടായിരുന്നില്ല, ചെന്ന് നമ്മളുണ്ടാവില്ല. അന്ന് അങ്ങനെയാണ്. ശരിയല്ലേ? അതുകൊണ്ട് അവർ കേമാണെന്നല്ല പറഞ്ഞത്. ഒരു വിഷത്തിനെ വേറൊരു വിഷം കൊണ്ട് നമ്മൾ രണ്ടും വിഷമാണെങ്കിലും തൂത്തി കയറിയതും മുള്ളാണ് അല്ലേ? ആ മുള്ളെടുക്കാൻ കാലിൻ്റെ മുള്ള കുത്തിക്കരുത് കാരമുള്ളാണ്. ആ കാരമുള്ള എടുക്കാൻ നമ്മൾ എടുത്ത മുള്ള് സൂചിമുള്ളാണ് എന്ന് മാത്രം. മുള്ളിന് മുള്ളോണ്ട് എടുത്ത് രണ്ട് മുള്ളിനെയും കളയ. ഭാഗവതം ആ പറഞ്ഞ കണ്ടകം കണ്ടകേനൈവദ്വയം ചാപീശിതു സമം. ഇപ്പൊ ഒരു രാജാധികാരം പദവി എന്ന് പറയുന്നത് ഏത് തരത്തിലായാലും ഒരു പരമാധികാര കേന്ദ്രം ലോകത്തുണ്ടാവണം, ഒരു നാട്ടിലുണ്ടാവണം. ഇല്ലെങ്കിൽ എന്തുവരും? എല്ലാവരും അധികാരം എടുത്ത് കൈകാര്യം ചെയ്യും. അപ്പോഴാണ് എന്ത് വരിക? നാട് മത്സ്യധർമ്മത്തെ പ്രാപിക്കും. അരാജക ഭയം മത്സ്യധർമ്മത്തെ ഉണ്ടാക്കും. മത്സ്യധർമ്മം എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവും? മത്സ്യധർമ്മം എന്താ? മത്സ്യധർമ്മം എന്ന് പറഞ്ഞാൽ വലിയ മത്സ്യം അതിനേക്കാൾ ചെറിയ മത്സ്യത്തിന് വിഴുങ്ങും. അതെന്താ മത്സ്യധർമ്മം? നമ്മുടെ നാട്ടിലത്തെ ഭാഷയെ പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ. അത് തന്നെ, അതാണ് നമ്മുടെ ഭാഷ. മത്സ്യധർമ്മം എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയുക. വലിയ മത്സ്യം അതിൻ്റെ ചെറിയ മത്സ്യത്തിന് വിഴുങ്ങും. അതിൻ്റെ ചെറുതായ അങ്ങനെ ഏറ്റവും ചെറിയ മത്സ്യത്തിന് അതിനേക്കാളും വലുത് വിഴുങ്ങും. അവനെ മറ്റോ വിഴുങ്ങും, മറ്റവനെ മറ്റോ വിഴുങ്ങും. അങ്ങനെ ഓനോ ഒടുക്കത്തോനെ വിഴുങ്ങാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവൻ അവിടെ ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെ വന്നാൽ കഷ്ടാവില്ലേ? നല്ല ശക്തി ഉള്ളവൻ ശക്തി ഇല്ലാത്തവൻ ആക്രമിച്ച് കീഴടക്കുക, അവനേക്കാൾ ശക്തി ഉള്ളവൻ. ഇതിന് ഈ സമ്പ്രദായത്തിന്റെ പേരാണ് അരാജകത്വം എന്ന് പറയുക. അരാജകത്വം എന്ന് പറയില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് പാടില്ല. നിയമവാഴ്ച ഉണ്ടാവണം. എപ്പോഴും നിയമവാഴ്ച ഒരു സിദ്ധാന്തം, അതാത് കാലത്തേക്ക് വേണ്ട നിയമങ്ങളെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പരമാവധി പോണം. അപ്പോൾ ഇത്തിരി സമാധാനം തൃപ്തിയൊക്കെ നാട്ടിലുണ്ടാവുള്ളൂ. അപ്പം നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ നിയമത്തിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. നിയമം ഉണ്ടാക്കിയത് ദേവേന്ദ്രൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നതൊന്നുമല്ല. നിയമം ആരാണ്ടാക്കിയത്?
നമ്മുടെ നാട്ടിലെ നിയമം നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ. അതിന് വിദ്യ എന്ത് നോക്കണം? തിരുത്തണമെങ്കിൽ ആ നിയമം ഉണ്ടാക്കിയവരോട് തന്നെ പറഞ്ഞിട്ട് അതിനെ മാറ്റി തിരുത്തി നേരെയൊക്കെ. നമുക്കാർക്കൊന്നും നമ്മൾ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന നിയമത്തിൽ ആ സാമാജികന്മാർ അവിടെ ചെന്ന് ലോകസഭയിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യസഭയിലോ, ഇനി അതല്ല നമ്മുടെ പാർലമെൻറ്റിലോ അതല്ലെങ്കിൽ നിയമസഭയിലോ എവിടെ വെച്ചാൽ പോയിട്ട് നിയമം ഉണ്ടാക്കാൻ പറഞ്ഞ ഈശ്വരാണ് ഇത് ഉണ്ടാക്കണത്. അപ്പം അതിനെ തിരുത്തണമെങ്കിൽ ആരെന്നെ വേണം? അവരെന്നെ വീണ്ടും നിയമം മാറ്റി ഉണ്ടാക്കി ഭേദഗതി വരുത്തി ഉണ്ടാക്കിയാൽ ഇത്രയുള്ളൂ. ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നിയമമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, കുറച്ചൊക്കെ നോക്കിയിട്ടില്ലേ? അപ്പോൾ രാജ്യാധികാര പദവി തന്നോടുകൂടി നശിച്ചുപോയി അനവധി കാലമായിട്ട് താൻ പരിപാലിച്ച് കൊണ്ടുപോകുന്നതായ മഹത്തായ ഒരു രാജ്യ പരമ്പരയും ഒരു രാജ്യവും ഒരു സുസ്ഥിരമായ വ്യവസ്ഥിതിയും എന്തായിട്ട് തീരും? ഒരു ദിവസം നശിച്ചു പോവും. ആ കഷ്ടം വലിയ കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തനിക്ക് സന്തതി പരമ്പര ഇല്ലായ എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് അത് മന്ത്രിമാർക്കും തോന്നി. ശരി തന്നെയാണ്. അത് രാജാവിനെ മാത്രം ബാധിക്കണ കാര്യമല്ല. എന്തുകൊണ്ട്? എല്ലാവരെയും ബാധിക്കും, രാജ്യത്തെയും ബാധിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടി കാര്യമായിട്ട് എന്ത് ചെയ്തു? ഉത്സാഹിച്ചു. അടുത്തൊരു ആള് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഭരണാധികാരി എന്തെങ്കിലും ഒരു അത്യാപത്തുണ്ടായിന്ന് കൂട്ടിക്കോളൂ, മരണ അത്യാപത്തുണ്ടായിന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരെയും ഒന്നും അറിയിക്കില്ല. എന്തോ ആള് മരിച്ചു പോയിന്നൊന്നും പറയില്ല. എന്താ പറയല്ലോ? 97 വെടി കൊണ്ടു, പക്ഷെ ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, വെള്ളം കുടിച്ചു, രാജ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ബില്ല് പാസ്സാക്കാനായിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പം നമുക്ക് തോന്നി ഇത്യാദി ഉണ്ടൊക്കെ അപ്പം ഏത് ഭാഗത്തേക്ക് കൊണ്ടതാവുമെന്ന്. നമുക്ക് ഏതാണ്ടൊരു വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ യുക്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിന്തിച്ചു നോക്കും. അപ്പം അടുത്ത ആളെ എവിടെയെങ്കിലും ഒരു എല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് അടുത്ത അധികാരി ആരാച്ച അദ്ദേഹത്തിന് നിശ്ചയിച്ചുറപ്പിച്ച് അധികാരം കൈമാറിയതിൻ്റെ ശേഷം പറയും മറ്റേ ആള് വെടിക്കൊള്ളുന്നതിൻ്റെ മുമ്പ് തന്നെ പോയതാണെന്ന്. ഏതാ? അപ്പം മനസ്സിലായില്ലേ എന്തിനാ അങ്ങനെ പറയുന്നത്? അത് തെറ്റായിട്ട് പറയുന്നതല്ല. അതായത് രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പിച്ചതിൻ്റെ ശേഷം അധികാരത്തിൻ്റെ സുസ്ഥിതി വരുത്തിയതിൻ്റെ ശേഷമേ മറ്റതിൻ്റെ സംഗതിയെക്കുറിച്ച് ഇല്ലെങ്കിൽ എന്താണ്ടാവുന്നത്? അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ഓരോന്നൊന്ന് നോക്കി നിൽക്കണ്ടാവും. ഏത് തഞ്ചം നോക്കിയിട്ട് ആക്രമിക്കാനും കണ്ട അവിടെയും ഇവിടെയും കയ്യാറാനൊക്കെ പുറപ്പെടും. അതില്ലാതെ കഴിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഓരോ രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ തന്നെയല്ല, ഏതാണ്ട് പറഞ്ഞ ശൈലി എന്ന് മാത്രമേ ഉള്ളൂ. പല ജാതിയിലാണത് പ്രയോഗിക്കുക. അപ്പം അതുകൊണ്ട് രാജാവിന് സന്താനമില്ലായ വിഷമായിട്ട് വന്നപ്പോൾ മന്ത്രിമാരും പുരോഹിതന്മാരും ചെന്ന് ആലോചിച്ചിട്ട് അപ്പം എന്തുണ്ടായത്? പുരോഹിതന്മാരും മന്ത്രിമാരും കൂടി പറഞ്ഞു അതിനെന്ത് വേണം, നമ്മൾക്ക് ഈ വിധത്തിലൊന്നും ആയാൽ ശരിയാവില്ല, വേണ്ട മാതിരി കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ രാജാവ് അങ്ങ് എന്ത് വേണ്ട, നമ്മൾക്കൊരു യജ്ഞം കഴിക്കാം, പുത്രസന്തതി ഉണ്ടാവാനുള്ള യജ്ഞം. അതിന് എന്ത് വേണ്ടോ? സംഭ്രയന്താം തേ സംഭാര, അശ്വമേധം കഴിക്കാം. അശ്വമേധത്തിൻ്റെ ഭാഗമായിട്ടൊരു പുത്രകാമ ഇഷ്ടിയും കൂടി കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? പുത്രനും ഉണ്ടാവും, കേമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും. അതിന് സംഭാരാഹ സംഭ്രയന്താം. സംഭാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പച്ചമുളക് വേണ്ടാന്നല്ലേ? സംഭാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ലേ തോന്നുക? ആയിക്കോട്ടെ, വലിയ പാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ. നമ്മുടെ മലയാളത്തിൽ സംഭാരം എന്ന് പറയുന്നതല്ല കേട്ടോ. സംഭാരം എന്ന് പറഞ്ഞാൽ സംഭരിക്കുന്നതൊക്കെ സംഭരിക്കുക അർത്ഥം എന്താ? നമ്മളിങ്ങനെ സംഭാര എന്ന് പറഞ്ഞാൽ കളക്ഷൻസ്. എന്താ? അതാണ് സാഹിബിൻ്റെ ഭാഷയില്ലെങ്കിൽ നമ്മളും ഇങ്ങനെ സമ്മോരും വെള്ളം കുടിക്കുന്നേ ഉണ്ടാവുള്ളൂ ഇരുന്നിട്ട്. സംഭാരം എന്ന് പറഞ്ഞാൽ സംഭരിക്കുക. എന്തൊക്കെ സംഭരിക്കണം? ധനം സംഭരിക്കണം, വസ്തുക്കൾ സംഭരിക്കണം, അതിനു വേണ്ട സാധന സാമഗ്രികൾ, ആളുകൾ വേണം, പല ജാതി ഒരുക്കങ്ങൾ വേണ്ട. ഈ ഒരുക്കങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അതിൻ്റെ സംഭാരങ്ങളൊക്കെ ഒരുക്കിക്കോളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നന്നായിട്ട് സരയുവാശ്ച ഉത്തരേ തീരേ യജ്ഞഭൂമിർ വിധീയതാം. സരയൂ നദിയിൽ ആ നദിയുടെ വടക്കേ കരയിൽ യജ്ഞഭൂമി തയ്യാറാക്കിക്കോളൂ. സരയൂ നദി ഇപ്പോഴും നമുക്ക് അയോധ്യയിൽ പോയാൽ കാണാം. എന്ത് സരയൂ നദി? എന്തൊക്കെ കഥ പറയാണ്ടാവുക സരയൂ നദിക്ക്. ഇത്ര കാലത്തെ കഥ ഇപ്പോഴും ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകണു. പോയി കാണണം കേട്ടോ. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും പോയിട്ട് വളരെ ശാന്തമായിട്ട് ഒഴുകണ സരയൂ നദി. ആ സരയൂ നദിയുടെ വടക്കേ ഭാഗത്തെ കരയിലാണ് എന്തിനു പുറപ്പെട്ടത്? യജ്ഞഭൂമി തയ്യാറാക്കിയിട്ട് വേണ്ട ഒരുക്കങ്ങൾ. ഇപ്പോഴും നമുക്ക് അവിടെ ചെന്നാൽ ഈ യജ്ഞം നടത്തിയ സ്ഥലമൊക്കെ കാണാം കേട്ടോ. അതിൻ്റെയൊക്കെ ഇപ്പോഴും അതിൻ്റെ ആ സ്ഥാനങ്ങളൊക്കെ അവിടെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ നദിയുടെ തീരത്ത് വടക്കേ ഭാഗത്തായിട്ട് നല്ല രീതിയിലൊക്കെ യജ്ഞത്തിന് പുറപ്പെട്ടു. എന്നിട്ട് നല്ല യോഗ്യന്മാരായ പുരോഹിതന്മാരെ വരുത്തണം. അതിനനുസരിച്ച് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തണം. എന്നുവെച്ചാൽ കണ്ട വല്ലവരും വന്ന് എന്തെങ്കിലും ചെയ്താലൊന്നും നേരെയാവില്ല. നല്ല യോഗ്യന്മാർ തന്നെ വേണം. മന്ത്രം തെറ്റരുത്,
ക്രിയകൾ തെറ്റാൻ പാടില്ല, ഭാവം നേരെയാവണം, ഒക്കെ ആയിക്കോട്ടെ എന്നും. അപ്പൊ ചോദിച്ചു, ഇതിനിപ്പോ പറ്റിയപ്പോ ഒരാളെപ്പോ എവിടെന്നാ കിട്ടുക, ഒരാൾ അല്ലെ യോഗ്യന്മാര് വേണേ. അപ്പോഴാണ് എല്ലാവരും കൂടി പറഞ്ഞപ്പോഴാണ് രാജാവിന്റെ കഥ മനസ്സിലെത്തിയിട്ട് എന്താണ്ടായെന്നാണെങ്കിൽ, ഈ സുമന്ത്രരെ മന്ത്രി വെച്ചാലും അദ്ദേഹം ആള് മഹാകേമന. സുമന്ത്രരെന്ന് കേട്ടിട്ടില്ലേ? നമ്മളെ കേട്ട ഒരാളതേ ഉള്ളൂ. മറ്റേ ഏകാളി നമ്മള് ഇന്ന് വിളിച്ചാകുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കണത് തന്നെ. ഇങ്ങനെ ഉണ്ടായിരുന്നു ജയന്തൻ, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ എന്നൊക്കെ പറഞ്ഞിട്ട് 6-7 പേരെ കേട്ടില്ലേ? 6-7 പേര് കഴിഞ്ഞ് 8ാമത്തെ ആളാണ് നമ്മുടെ ഈ പറഞ്ഞ മന്ത്രി സുമന്ത്രര്. ഈ സുമന്ത്രര് അദ്ദേഹം സൂതജാതിയിൽ പെട്ട ആളാണ്. സൂതജാതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സൂതൻ എന്നുള്ള വിഭാഗത്തിൽ പെട്ട ആളാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് രാജാവിന്റെ മന്ത്രിയാണ്. രാജാവിന്റെ മന്ത്രി എന്ന് മാത്രമല്ല, മന്ത്രിയേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, രാജാവിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ആര്? സുമന്ത്രര്. മന്ത്രിമാരെ 8 ആളുണ്ട് വെച്ചാലും ഈ സുമന്ത്രർക്കാണ് ഒരു പ്രത്യേക അവകാശം രാജാവ് കൊടുത്തത്. എന്താ അവകാശം എന്നറിയൂ? രാജാവിന്റെ എവിടെ വേണമെങ്കിൽ ആർക്ക് പ്രവേശിക്കാം? സുമന്ത്രർക്ക്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഏത് ദിക്കിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് കടന്നു വരാനും കാര്യങ്ങൾ നടത്താനും ഉള്ളതായ അവകാശം ആര് കൊടുത്തിട്ടുണ്ട്? രാജാവ്. അപ്പൊ എത്ര കണ്ട് അദ്ദേഹത്തോട് ഒരു ബഹുമാനം ഉണ്ടാവും അങ്ങടും ഇങ്ങടും, രാജാവിനും അങ്ങടും. ഏതാണ്ട് തോന്നുന്നു പറഞ്ഞൊക്കെ വരുമ്പോൾ രാജാവിന്റെ ഒക്കെ പ്രായം ആർക്കുണ്ടാവും? ചെറുപ്പക്കാരനൊന്നുമല്ല. ഇദ്ദേഹം രാജാവിനെ കുറച്ച് പ്രായമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതേതാണ്ടൊക്കെ അദ്ദേഹം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നിശ്ചയില്ല. സുമന്ത്രയുടെ പ്രായം നമുക്ക് നിശ്ചയില്ല. രാജാവിന്റെ പ്രായം രാജാവ് ഇടയ്ക്ക് പറയുന്നുണ്ട്. അതിൽ 1000 വെട്ടി കുറച്ച് എന്ത് കിട്ടും? ഏതാണ്ട് പ്രായമൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ സുമന്ത്രന്റെ പ്രായം അറിയില്ല, ഏതാണ്ട് സംപ്രായക്കാരൊക്കെ ആവണം. രാമൻ ശ്രീരാമേന്ദ്ര സ്വാമി കാട്ടിക്ക് പോണ സമയത്തൊക്കെ പറയുന്നുണ്ട്, അച്ഛനെ പോലെ ബഹുമാന്യനാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് എന്ന് മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തോട് പറയുമ്പോൾ ഏതാണ്ട് ഒരു പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും വിവരം കൊണ്ടും പാകത കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാം കൊണ്ടും ആവട്ടെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പം ഇവിടെ ഈ സുമന്ത്രര് പറഞ്ഞു, അതായത് ഞാൻ പണ്ടുണ്ടായൊരു കഥ പറയാം. അതായത് പണ്ട് മഹർഷിമാരെല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സഭയിൽ വെച്ചിട്ട് സനൽകുമാര മഹർഷി ഒരു വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ചോദിച്ചു, അതെന്താ അങ്ങ് കേട്ടത്? അതായത് അങ്ങക്ക് സന്താനം ഉണ്ടാവാനായിട്ടുള്ള വഴി എന്താ ചോദിച്ചാൽ, ഈ കാട്ടില് നമ്മുടെ വിഭാണ്ഡകൻ എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ട്. വിഭാണ്ഡകൻ. ഈ വിഭാണ്ഡക മഹർഷിക്ക് ഒരു പുത്രൻ ഉണ്ട്. ആ പുത്രന്റെ പേര് ഋഷ്യശൃംഗൻ എന്നാ പേര്. അദ്ദേഹത്തിന് ഉണ്ടായ പുത്രനാണ്, മഹാകേമനാണ്. കശ്യപവംശത്തിൽ ജനിച്ച ഈ ഭാണ്ഡക മഹർഷിയുടെ പുത്രൻ കശ്യപസ്യത്വ പുത്രോസ്തി വിഭാണ്ഡക ഇതി ശ്രുത. കശ്യപ മഹർഷിയുടെ പുത്രനായ വിഭാണ്ഡക മഹർഷി അദ്ദേഹത്തിന്റെ പുത്രനാണ്. ഋഷ്യശൃംഗ ഇതി ഖ്യാത തസ്യ പുത്രോ ഭവിഷ്യതി. അദ്ദേഹത്തിന്റെ പുത്രൻ ഋഷ്യശൃംഗനാണ്. ആ മഹർഷിയെ കൊണ്ടിരിച്ചാൽ അദ്ദേഹം മഹാകേമനാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നാൽ എന്തുണ്ടാവും? വേഗം കാര്യസിദ്ധി ഉണ്ടാവും. ഈ ക്രിയ ചെയ്യുന്നവർ നല്ല കേമത്തരമുള്ളവരാണെങ്കിൽ വേഗം എന്തുണ്ടാവും? ഫലിക്കും. നല്ല തപസ്സും നല്ല യോഗ്യതയൊക്കെ ഉള്ളവരാണെങ്കിൽ വേഗം എന്ത് ചെയ്യും? നല്ല ഉണങ്ങിയ വിറകാച്ച വേഗം അങ്ങോട്ട് നല്ല വെയിലത്തെ കിടന്നിട്ട് മീനമാസത്തിലും ഇല്ലേ, വെയിൽ മുഴുവൻ കൊണ്ടും മേടത്തിലത്തെയും കൊണ്ടു അടുപ്പിക്ക് അങ്ങോട്ട് കൂട്ടി അടുപ്പ് കണ്ടാൽ മതി, ആരും കത്തിക്കോളും. നല്ലോണം കത്തില്ല. അതല്ല പച്ച കൊള്ളിയാണെങ്കിലോ പൊക്കഞ്ഞിട്ട് കത്തൂല്ല. കത്തണേനെ കത്താൻ പുകഞ്ഞിട്ടേ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട്. അതപ്പോൾ നമ്മൾ പുകഞ്ഞ കൊള്ളി അത് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ അത് മുറ്റത്തെത്തി. അങ്ങനെ ചെയ്യില്ലേ? പുകഞ്ഞതിനെ ഇങ്ങോട്ട് പുറത്താക്കിയാൽ പിന്നെ കത്തണത് അങ്ങോട്ട് കത്തിക്കോളും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഇതൊക്കെ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ അടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള. അപ്പം ഈ വിറകൻ അല്ലേ യോഗ്യനാണ് ആര്? ഈ ഋഷ്യശൃംഗകുമാരനെ. അദ്ദേഹമൊക്കെ ഒരു ക്രിയ ചെയ്താൽ സ്വിച്ചിട്ട മാതിരി അത്ര വേഗം ഫലം ഉണ്ടാവും, മഹായോഗ്യനായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരിക്കുക നമുക്ക്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയാച്ചാൽ അദ്ദേഹം കാട്ടിലേക്ക് കഴിച്ചു കൂട്ടിയിട്ടു, നാട്ടിക്കൊന്നും വന്നിട്ട് പിന്നെ അങ്ങനെയൊന്നും അറിയില്ല. അതെന്താ വെച്ചാൽ വിഭാണ്ഡക മഹർഷിയുടെ പ്രത്യേകത. വിഭാണ്ഡക മഹർഷി അദ്ദേഹം ഈ കാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു അപ്സരസ് കാരനുണ്ടായ പുത്രനാണ് ആര്? ഈ പുത്രനെ. അപ്പൊ അദ്ദേഹം അതിനെ തീരുമാനിച്ചു, ഈ അപ്സരസുകൾ കാരണം വലിയ ബുദ്ധിമുട്ടാണ്, തൻ്റെ മകൻ ഈ പെണ്ണുങ്ങളെ ഇനി കാണണ്ട, ഞാൻ കുട്ടിക്ക് ഇജാതി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ട എന്ന് കണക്കാക്കി എന്ത് ചെയ്തു? സ്ത്രീകളെ കാണിക്കാതെ വളർത്തി. അത് കുറച്ച് വലിയ പ്രായമൊക്കെ ആയി, 10-18 വയസ്സ് 10-20 വയസ്സിൻ്റെ അടുത്തൊക്കെ ആരെ കണ്ടിട്ടില്ല. ഇങ്ങനൊരു വർഗം ഭൂമിയിൽ ഉണ്ടെന്നേ ആർക്കറിയില്ല. ആ ഉണ്ണിക്ക് അറിയില്ല. ആ കുളി തേവാരം വിളിച്ചാമൻ നമസ്കാരം, തേവാരം നമസ്കാരം, അച്ഛൻ തപസ്സിന് പോവും വരും, അങ്ങനെ വരും പോവും. അച്ഛനും അച്ഛനും ഈ താടിയുള്ളവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ, മഹർഷിമാരെ കണ്ടിട്ടുള്ളൂ.
കാട്ടിലെ താമസന്മാരെ മഹർഷിമാരല്ലാതെ ആരെയും ഈ കുട്ടി കണ്ടറില്ലേ. അപ്പൊ ആ കുമാരനാണെങ്കിലോ നല്ല തപസ്സും നല്ല ശ്രദ്ധയും ഈ വേണ്ടാത്ത ചിന്തയും വർത്തമാനം ഒന്നും ഇല്ലല്ലോ. അങ്ങനെ തപസ്സും ഈശ്വര വിചാരമായിട്ട് നല്ല തേജസ്വിയാണുള്ള തേജസ്സുള്ള കുമാരനാണ്. ആ കുമാരനെ കൊണ്ടുവന്ന എന്താവും കാര്യങ്ങളൊക്കെ നല്ലോണം വേഗം ക്രിയ നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശ്യവും അങ്ങയുടെ ആ ഒരു ആഗ്രഹവും പുത്രണ്ടാവണം എന്നുള്ള മോഹം നാടിന്റെ ആഗ്രഹമൊക്കെ നേടിയാവും. അതാണ് ഗുണമാവും കേട്ടോ. ആയിക്കോട്ടെ, ഇനി വിഷമില്ല എന്നും പറഞ്ഞു. അങ്ങനെ എന്തിച്ച് എങ്ങനെയപ്പോ കൊണ്ടുവരിക? അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. ആർക്ക്? ഈ മഹാത്മാവിന്. അദ്ദേഹം പണ്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് അംഗരാജ്യം ഉണ്ട്, രാജ്യം ഉണ്ടായിരുന്നു. അംഗരാജ്യം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അംഗം, വംഗം, കലിംഗം എന്നൊക്കെ പറഞ്ഞ പഴയ രാജ്യങ്ങൾ. അംഗരാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഒറീസ, ബീഹാർ എന്നൊക്കെ പറയില്ലേ, ഏതാണ്ടൊക്കെ അതിൻ്റെ പല ഭാഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് ഈ അംഗരാജ്യം. വംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ബംഗാളാണ്. വംഗരാജ്യം ബംഗാൾ എന്ന് പറയില്ലേ, ബംഗാൾ, പശ്ചിമ ബംഗാൾ നമ്മളെന്ന് പറയും ബംഗാൾ, വംഗം. പിന്നെ കലിംഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒറീസ തന്നെയാണ്. ഒറീസയുടെ പല ഭാഗം. ഇന്നത്തെ സംസ്ഥാന കണക്കിനൊന്നും പഴയ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാൽ നേരിയ വലിയ എന്താ വെച്ചോ, സംസ്ഥാനം ഉണ്ടാക്കിയപ്പം അവിടുന്ന് ഒരു കഷ്ണം നമ്മൾ അവിയൽ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയത്. അവിയൽ എങ്ങനെ ഉണ്ടാക്കണേ? ഉച്ചയ്ക്ക് വയറടച്ച് കഴിച്ചത്. അതിനെങ്ങനെ ഉണ്ടാക്കണേ ശല്യ. അവിയൽ എങ്ങനെ ഉണ്ടാക്കണേ? ചേനയുടെ ഒരു കഷ്ണം, നേന്ത്രക്കായ 2 കഷ്ണം, അതന്നെ കഷ്ണം ഉണ്ടാവുള്ളൂ അല്ലേ. അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും കഷ്ണം ചേർത്തിട്ട് കൂടി കൂട്ടി ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ സംസ്ഥാനമൊക്കെ ഉണ്ടാക്കി. തമിഴ്നാടിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് വാങ്ങി, ഇവിടുന്ന് ഒരു കഷ്ണം ആർക്ക് കൊടുത്തു? കർണാടകത്തിന് കൊടുത്തു. പാലക്കാട്ടിൽ നിന്ന് ഒരു കഷ്ണം അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങി തമിഴ്നാടിനോട്. എന്നിട്ട് കന്യാകുമാരി ഒരു കഷ്ണം ആർക്ക് അവിയൽ ഉണ്ടാക്കാൻ കൊടുത്തു? തമിഴന്മാർക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ അവരുണ്ടാക്കട്ടെ അവിയല് മുറിച്ച് അങ്ങനെയൊക്കെ. നമ്മുടെ കേരളം തന്നെ ഉണ്ടായത് എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ കേരളം ഉണ്ട്? അതേപ്പോ നന്നായത്. എവിടെ നിന്ന് തുടങ്ങിയിട്ട്? അതല്ലേ പറഞ്ഞത്. എവിടുന്ന് തുടങ്ങിയിട്ട്? അന്യോന്യം അംബാശിവർണി ഇട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. ഏതാ അംബാശിവര്? അംബ പറഞ്ഞ കന്യാകുമാരി അമ്മ, ശിവരോ ഗോകർണത്ത് ദേവര്. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണോ, ഭഗവതിയമ്മ ഇവിടുന്ന് അങ്ങോട്ട് നോക്കും. 2 കൂട്ടരും ഇങ്ങോട്ട് നോട്ടത്തെ കിടക്കണ ഭൂമി ഇറങ്ങുന്നത്. അങ്ങനെ 2 കഷ്ണം മുറിച്ച് കൊടുത്തു. ഇപ്പൊ നോക്കാൻ ആരുമില്ലണ്ടേ. അമ്മയാർക്ക് കൊടുത്തു? തമിഴ്നാട്ടുകാർക്കും കൊടുത്തു, അച്ഛനെ ആർക്കും കൊടുത്തു? കർണാടകക്കാരനും കൊടുത്തു. നമ്മളിപ്പോൾ അനാഥരായിട്ട് ഇങ്ങനെ അന്യോന്യം അംബാശിവർന്ന് പറഞ്ഞൊരു പ്രയോഗ ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഇത്രയും ഭാഗം നമ്മുടെ മലയാള നാട് എന്നുവെച്ചാൽ കേരളം എന്നുള്ള മറ്റേ പ്രസിദ്ധമായിട്ടിരുന്നത്. അപ്പൊ കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്തു? മംഗലാപുരത്തു നിന്ന് വടക്കോട്ടുള്ള ഭാഗം കർണാടകത്തിന് കൊടുത്തു. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് പോയ കന്യാകുമാരി ഭാഗമൊക്കെ പണ്ട് കേരളമായിരുന്നല്ലോ, അതൊക്കെ ആർക്കും കൊടുത്തു? തമിഴ്നാടിനും കൊടുത്തു. അപ്പൊ നമ്മുടെ പാലക്കാട് തമിഴ്നാടിന്റെ കയ്യിലായിരുന്നു. അത് അവിടുന്ന് ഇങ്ങോട്ടും വാങ്ങി. അങ്ങനെ നമ്മൾ മലയാളികളാണെന്നും പറഞ്ഞ് മലയാളം പറയാതെ അഭിമാനിച്ചു അങ്ങനെ നടന്നു. തമിഴനാണെങ്കിൽ തമിഴനാണെന്നും പറഞ്ഞ് തമിഴും പറഞ്ഞ് അഭിമാനിച്ച് ഇംഗ്ലീഷും ഹിന്ദിയൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവനും അങ്ങനെ. ഇതൊക്കെ ഒരു തരത്തിലൊരു വിഡ്ഢിത്തര ചെയ്തതല്ലേ. അങ്ങനെയൊന്നും മുറിക്കാൻ പാടില്ല. ഭാഷ നോക്കിയിട്ട് ഒരു സംസ്ഥാനത്തിനെയും മുറിക്കാൻ പാടില്ലായിരുന്നു. എല്ലാവരും എല്ലാം പറയട്ടെ, ആ തല്ലുണ്ടാവില്ലല്ലോ. എൻ്റേതാണ് കേമം എന്ന് ആരും തല്ലില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഓരോ തരക്കാരെ ഒരു ദിക്കിൽ കൂട്ടി നിർത്തി എന്താ ഉണ്ടാവുകയെന്നറിയോ? അവരവിടെ പണി തുടങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു അഖണ്ഡത ഉണ്ടാവണമെങ്കിൽ രാജ്യത്തിന് എന്ത് വേണം? എല്ലാവരും നമുക്ക് ഇപ്പം നോക്കിക്കോളൂ, കന്യാകുമാരി നമ്മുടെ കൂടെ ഉണ്ട്. കാസർഗോഡ് മുതൽ വടക്കോട്ടുള്ള ഭാഗം, മംഗലാപുരം മുതലുള്ള ആ ഭാഗം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾക്ക് കർണാടകം പഠിക്കണം, തമിഴും പഠിക്കണം, മലയാളം എന്തായാലും പഠിക്കണം. അപ്പോൾ എത്ര ഭാഷ ഉണ്ടാവും? 3 അങ്ങനെ അറിയില്ലേ? നല്ല കാര്യമല്ലേ ഇത്? ഇപ്പം നമുക്ക് എന്താ വെച്ചിട്ടുണ്ട്? നമുക്ക് കർണാടക അറിയോ? ഇല്ല. തമിഴ് അറിയോ? ഇല്ല. മലയാളം അറിയോ? തീരെ അറിയില്ല. ഒന്നും ശല്യണ്ടേ, കഥയില്ലേണ്ടേ ഇല്ലേ? അല്ല ഈശോ. അപ്പം ഇന്ന് തമിഴനാണെങ്കിൽ കുറച്ച് മലയാളം, പാലക്കാട് അങ്ങനെ കുറച്ച് മലയാളം പഠിക്കേണ്ടി വരും. ഇപ്പുറത്ത് കുറച്ച് കന്നഡ, അവനും പഠിക്കട്ടെ, എല്ലാം പഠിക്കട്ടെ. അപ്പം ഞാനാണ് കേമൻ, എൻ്റേതാണ് കേമം എന്നുള്ളത് പോയിട്ട് എൻ്റെ രാജ്യമാണ് കേമം എന്നൊരു തോന്നൽ എല്ലാവർക്കും ഒരേ. ഈ എന്താ പറയുക, ഇടുങ്ങിയ ദേശീയത പോയിട്ട് ഭാരതം എന്നുള്ളൊരു ദേശബോധം ഉണ്ടാവുമായിരുന്നു. പലപ്പോഴും നമ്മുടെ പോക്ക് ഇപ്പം എങ്ങോട്ടാണെന്നൊക്കെ പത്രമൊക്കെ ഒന്ന് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. നന്ന് ഓരോരുത്തരും എവിടേക്കാണ് പോണതെന്ന്. ഞാൻ മതി എൻ്റെ എന്നുള്ളൊരു തോന്നലുള്ള മട്ടിലല്ലേ ലോകം പോണത്. നല്ല പോക്കൊന്നും അല്ലാതെ ചിന്തിച്ച് അല്ല ഇവിടെ എന്താ പറഞ്ഞേ ചോദിച്ചാൽ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പം ഈ അംഗരാജ്യത്തെ രാജാവായിട്ട് ഇരുന്ന ആളാണ് ലോമപാദ മഹാരാജാവ്. അംഗരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എവിടെയാണെന്ന് ഈ സ്ഥലം എന്ന് മനസ്സിലാക്കാൻ ഒരു രൂപത്തിനാണ് ഈ അംഗരാജ്യം പറയുമ്പോൾ ഏതാണ്ട് ഈ ഒറീസ ബീഹാറിൻ്റെ ആ ഭാഗത്താണ് അംഗരാജ്യം. ഈ അംഗരാജ്യത്തെ രാജാവായ ലോമപാദ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തിയുടെ പ്രത്യേകത കൊണ്ട് എന്തുണ്ടായില്ല, നാട്ടിൽ ദുരിതം വന്നു കൂടിയിട്ട് മഴ പെയ്യാതെ
രാജാക്കന്മാരെന്തെങ്കിലുമൊക്കെ അധർമ്മം ചെയ്താല് രാജ്യത്ത് എന്ത് വരും? ഈ അധർമ്മം പ്രതിഫലിക്കും. അപ്പൊ അതുകൊണ്ട് രാജ്യത്ത് എന്ത് വരും? മഴ പെയ്യായ അങ്ങനെയൊക്കെ വരും. കുറെ കാലത്തേക്ക് മഴ പെയ്തില്ല, 10-12 കൊല്ലം മഴ പെയ്തില്ല. 10-12 കൊല്ലം മഴ പെയ്യാണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? നശിച്ചു പോവില്ലേ? എല്ലാം കൃഷിയില്ല, ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന് നശിച്ചു പോവില്ലേ? അങ്ങനെയൊക്കെ ആയിട്ടിരിക്കണ കാലത്ത് എന്താണ്ടായിച്ചാൽ എന്താ ഇപ്പൊ ചെയ്യുക? ഈ ബ്രഹ്മചാരി നിഷ്ഠയിൽ ഉറച്ചിരിക്കണ ഈ കുമാരനെ കൊണ്ടുവന്ന മഴ പെയ്യുന്നായി. അങ്ങനെയുണ്ട്. ആരെ കൊണ്ടുവന്നാല്? ഋഷ്യശൃംഗകുമാരനെ കൊണ്ടുവന്ന മഴ പെയ്യുന്നു പറഞ്ഞ്. അപ്പൊ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ഇപ്പൊ എങ്ങനെ കൊണ്ടുവരാനാണ്? അച്ഛൻ വിഭാണ്ഡക മഹർഷി എന്നൊക്കെ പറഞ്ഞ മൂക്കിന്റെ മുള്ള